ഹലോ ഫ്രണ്ട്സ്, അഗൈൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നല്ല വറുത്ത അരിപ്പൊടി ഒരു 3 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വെള്ളം തിളക്കുമ്പോൾ തന്നെ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ നൈസ് പത്തിരി നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ അരിപ്പൊടി ഇതിലിട്ട് കൊടുക്കാൻ. സാധാരണക്കാർ പറയും പത്തിരിക്ക് 10 വേവാണെന്ന്. അപ്പോൾ എളുപ്പത്തിൽ വെന്തൊക്കെ കിട്ടുന്ന ഒരു സാധനമാണിത്. നൈസ് പത്തിരി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ വായിലൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അലിഞ്ഞു പോകുന്നത് പോലെ തോന്നുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് കുഴക്കാതെയും പരത്താതെയും ഒക്കെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഞാനിത് ഈ വെള്ളം ഇതിന് കണക്കാണ്. ഞാൻ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മിക്സിങ് പരുവായിട്ട് വന്നിട്ടുണ്ട്. കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മളിങ്ങനെ കൈകൊണ്ട് കുഴച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇനി ഞാൻ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെയാണ് ഞങ്ങളുടെ ഓരോ വീഡിയോ ഇടുമ്പോൾ നമുക്കുള്ള ഇത്. അപ്പോൾ എൻ്റെ പത്തിരിയൊക്കെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പത്തിരിപ്പൊടി നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ നല്ലൊരു തോതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പ്രസ് എടുത്തിട്ടുണ്ട്. പ്രസ്സിലേക്ക് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. വലിയ ദോശക്കല്ലിനെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരേ സമയം ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരിതാണിത്. അപ്പോൾ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു 5 6 ഒക്കെ ആയിട്ട് ഒരേ സമയം ഇതിലോട്ട് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പ്രസ്സിലോട്ടല്ല ഇത് ബൗൾസ് വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുഴക്കാതെയും പരക്കാതെയും ഒക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് പത്തിരിയുടെ വീഡിയോ ആണിത്. എല്ലാവരും കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് ഷെയറൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇടണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പത്തിരിയുടെ കൂടെ ചിക്കൻ കറിയും കൂടി ആവുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നൊക്കെ ആലോചിച്ച് ഇപ്പോൾ നമ്മൾ തലേന്ന് അരി കുതിർത്തിയില്ല അങ്ങനെയൊന്നും ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. രാവിലെ എണീച്ച് വേഗം നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ച് കറിയൊക്കെ അടുപ്പത്ത് ആക്കി വെക്കുമ്പോഴേക്കും നമുക്കിതൊന്ന് ചുട്ടെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ വെക്കണ്ട. വേഗത്തിൽ നമുക്ക് മറിച്ചിടാനൊക്കെ പറ്റും. ഇതിൻ്റെ കളറ് മാറുന്നവരെയോ അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ചൂട് തട്ടിയാൽ മാത്രം മതി. അപ്പോഴേക്കും ഇതിങ്ങനെ നല്ല പൊള്ളച്ചിട്ട് വരും. ഒരു ഭാഗമായിട്ട് മറ്റേ ഭാഗം ഇടുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല പൊന്തി വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. അത്ര സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരാളെ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് തരാൻ കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, ഒരുപാട് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത്. ഒരേ സമയം തന്നെ ഒരു 5 6 ഒക്കെ പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്.
നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒന്നും ആവുകയും ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മൾ കുഴക്കുക പരത്തുക ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കുഴച്ച് പിന്നെ ചട്ടത്തോടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ബോൾസായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ പ്രസ്സിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേവാതൊന്നുമില്ല. അതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല കയ്യിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിതൊന്ന് കൊടുക്കാനൊക്കെ പറ്റും. ആറുമാസമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഈ നൈസ് പത്തിരിയിൽ കുറച്ച് തേങ്ങാപ്പാലും നെയ്യും ഒക്കെ ആക്കിയിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ചവക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ വായിലിട്ട് ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൂസ് വ്ളോഗ്സിൽ അപ്പൂസിനെ കാണാനേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അപ്പൂസിനാണ് പത്തിരിയും ചിക്കൻ കറിയും കൂടിയിട്ട് ടേസ്റ്റ് ആക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അപ്പൂസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പൂസിൻ്റെ നല്ല ഫേവറായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം കൂടിയാണിത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റിലൂടെ വേണം എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങളുടെ കമൻസാണ് ഞങ്ങൾക്ക് ഏറ്റവും മുഖ്യം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.